നിലമ്പൂരിലെ വിജയം അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല പറയുന്നത് ലീഗാണ്. അങ്ങനെ ആരും ക്യാപ്റ്റനും കപ്പിത്താനും മേജറും ഒന്നും ആകണ്ട, അതിനിവിടെ വേറെ ആളുണ്ട്. എന്താണ് ലീഗ് ഈ പറയുന്നതിൻ്റെ പുറകിലെ ഉദ്ദേശം? അല്ല, ലീഗ് അത് പറയുന്നത് വളരെ ശരിയാണല്ലോ. കാരണം കോൺഗ്രസ്സിന് സ്വാധീനമില്ലാത്തൊരു സ്ഥലമാണ് നിലമ്പൂർ. അവിടെ സംഘടനാപരമായി കുറച്ച് നാളുകളായി തന്നെ ഏറ്റവും അധികം സ്വാധീനമുള്ളത് മുസ്ലിം ലീഗിനാണ്. ആര്യാടൻ മുഹമ്മദുമായി ബന്ധപ്പെട്ട ആ മണ്ഡലം നിലമ്പൂർ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിന്നെങ്കിൽ പിന്നീട് അൻവറിന് ശേഷം നാം കണ്ടത് വലിയ രീതിയിൽ LDFന്റെ വളർച്ചയായിരുന്നു. നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെ LDFന്റെ കയ്യിൽ വരുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. ആ രീതിയിലേക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് നാം ഒരു 10-15 വർഷമായി കേരളത്തിന്റെ ഓരോ മണ്ഡലവും പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് വലിയ രീതിയിൽ തകരുകയും അതോടൊപ്പം തന്നെ വളർച്ച കാണിക്കുന്നത് 3 പാർട്ടികൾക്കാണ്. ഒന്ന് ലീഗ്, അതോടൊപ്പം തന്നെ BJP, SDP. ഈ 3 പാർട്ടികളാണ് ഏത് മണ്ഡലത്തിലും കൃത്യമായി വളരുന്നത്. അല്ലാതെ UDF നിന്നും കോൺഗ്രസോ അതോടൊപ്പം തന്നെ CPM ഒന്നും വളരുന്നില്ല. അവരുടെ വോട്ട് എല്ലാ കാലത്തും കുറഞ്ഞു വരികയാണ്. മറിച്ച് ഈ പാർട്ടികളുടെ വോട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നാം നോക്കുകയാണോ, ഒരു 20-25 വർഷമായി UDFനെ തന്നെ കൃത്യമായി നിയന്ത്രിച്ചു വരുന്നത് മുസ്ലിം ലീഗാണല്ലോ. മുസ്ലിം ലീഗ് ഇപ്പോൾ കുറച്ച് തന്ത്രങ്ങളുമായാണ് ഇറങ്ങിയിരിക്കുന്നത്. അത് പ്രധാനമായി തന്നെ ഒന്നെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം നേടുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി മാറിയിരിക്കുന്നത്. ഭാവിയിൽ ആ മുഖ്യമന്ത്രിയായി പരിണമിക്കുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് പല മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ നാം നോക്കുകയാണെങ്കിൽ അവർ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ 30-ലധികം സീറ്റിൽ മത്സരിക്കുകയും അതോടൊപ്പം തന്നെ ഒരു 20 സീറ്റിലെങ്കിലും വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ 15 സീറ്റിലധികം ഉണ്ടല്ലോ. മലബാറിലെ മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും അടക്കമുള്ള മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ട്. വെറും സ്വാധീനം മാത്രമല്ല, വിജയിക്കാനുള്ള സ്വാധീനം. ഒറ്റയ്ക്ക് നിന്നാൽ പോലും മലപ്പുറത്തെ പല മണ്ഡലങ്ങളിൽ ഇവർക്ക് വിജയിച്ച് കയറാനുള്ള കഴിവ് കൃത്യമായുണ്ട്. ലീഗ് ഇപ്പോൾ സ്വപ്നം കാണുന്നത് അടുത്ത 2026 വീണ്ടും അധികാരത്തിലെത്തി ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ്. അല്ലെങ്കിൽ ഈ പാർട്ടിയെ വലിയ രീതിയിൽ തന്നെ SDP പിടികൂടും. മലബാറിലെ പല പ്രദേശങ്ങളിലും ലീഗ് തളരുന്ന പ്രദേശങ്ങളിലേക്ക് വളരുന്നത് SDP ആണ്. അവർ തീവ്രമായി തന്നെ ഈ മതാശയം പ്രചരിപ്പിച്ചുകൊണ്ട് ആ ജനങ്ങൾക്കിടയിൽ വളരാൻ ശ്രമിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ BJPയുമായി ബന്ധപ്പെട്ടാണ്. BJP വരുന്നുണ്ട്, കേരളം BJP ഭരിക്കാൻ പോകുന്നു. അവിടെ കേന്ദ്രത്തിൽ നോക്കൂ, നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ എന്തെല്ലാം പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്, അവർ വർഗീയ കലാപത്തിന് ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ഭീഷണി ഈ മലബാർ മേഖലയിൽ അത്തരം പ്രചരണങ്ങൾ നടത്തിയാണ് ഇവർ SDP വളരാൻ ശ്രമിക്കുന്നത്. ഈ SDP വളരാൻ ശ്രമിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായി തിരിച്ചടി ഉണ്ടാക്കുന്നത് മുസ്ലിം ലീഗാണ്. അത് അവർ തിരിച്ചറിയുന്നുണ്ട്. അത് മറികടക്കണമെങ്കിൽ എന്തായാലും അധികാരം വേണം. അവർ അധികാരത്തിൽ വന്നിട്ട് അധികാരം വിട്ടൊഴിഞ്ഞിട്ട് 9 വർഷമാവുകയാണ്. ഈ കേരള കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും നിരന്തരം അധികാരത്തിന് വേണ്ടി പുറകെ പോകുന്ന പാർട്ടിയാണ്. അധികാരം എവിടെയുണ്ടോ ആ പാർട്ടി ആ സ്ഥലത്ത് കാണും. അതുപോലെയാണ് മുസ്ലിം ലീഗ്. ഇടക്കാലത്ത് തന്നെ ചർച്ച തന്നെ ഉണ്ടായിരുന്നല്ലോ. ഏതാണ് LDFുമായി ബന്ധപ്പെട്ട് LDFിലേക്ക് പോകുകയാണ് എന്ന രീതിയിൽ ചർച്ച തന്നെ ഉണ്ടായിരുന്നില്ല. ആ ചർച്ച ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഈ അധികാര കൊതി കൊണ്ടാണ്. ഈ അധികാര കൊതി കൊണ്ടാണ് ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്നതും ആ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് നിലമ്പൂരിൽ വിജയിച്ചു എന്ന് പറഞ്ഞാണ് അവർ വലിയ രീതിയിൽ അവിടെ തമ്മിലടിക്കുന്നത്. ക്യാപ്റ്റനും മേജറും ജനറലും ജവാനും അടക്കമുള്ള വലിയ പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ആ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോട് ഈ മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിക്കുകയാണ്. ഈ ക്യാപ്റ്റൻ അതോടൊപ്പം തന്നെ മേജറുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുകയാണല്ലോ, എന്താണ് ലീഗിൻ്റെ നിലപാടെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുകയാണ്, തെരഞ്ഞെടുപ്പ് ജയത്തിൽ ലീഗ് ആർക്കും മേജർ സ്ഥാനവും ക്യാപ്റ്റൻ സ്ഥാനവും നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഈ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാം വ്യക്തമാക്കുന്നത്. അതെ, സലാം വ്യക്തമാക്കുന്നത്. അതിലൂടെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ ചർച്ച മേജറും ക്യാപ്റ്റനും ചർച്ച ഏറ്റവും അനുകൂലമായി മാറാൻ സാധ്യതയുള്ള VD സതീശനുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ മേജർ എന്ന് പറയുന്നത് മനസ്സിലായില്ല, ഒരാൾ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടെ നിൽക്കുന്നവന് മേജർ, ആ രീതിയാണ്. പക്ഷെ ഇതിലെ ഏറ്റവും നിർണായകമായ VD സതീശൻ തന്നെ ലക്ഷ്യമിടുന്നത് എന്താണ്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടാണ് അദ്ദേഹം ഈ കൂടെയുള്ളവരെ കൊണ്ട് ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവരാണ് ഇത് ഈ പോസ്റ്റുമായി രംഗത്ത് വരുന്നത്. അവരുടെയെല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ
ക്യാപ്റ്റനെ വിജയിപ്പിക്കുക. മുൻപ് നാം ഒരു ക്യാപ്റ്റൻ കണ്ടിട്ടുണ്ട്. 2021 കാലത്ത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടായിരുന്നില്ല ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായിരുന്നത്. അപ്പോൾ UDF-ലും ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരിക്കുകയാണ്. ആ UDF-ലെ ക്യാപ്റ്റൻ അംഗീകരിക്കാൻ ഒരു കാലത്തും ലീഗ് തയ്യാറാകില്ല. ലീഗ് തയ്യാറാകുന്നത് രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടാണ്. ആ രമേശ് ചെന്നിത്തല മാത്രമായിരിക്കും അധികാരത്തിൽ വന്നാൽ ഇവർക്കൊരു ഗുണമുള്ളൂ. ലീഗിന് ഗുണം ഉണ്ടാകുന്നത് രമേശ് ചെന്നിത്തല വന്നാൽ മാത്രമാണ്. VD സതീശൻ വന്നാൽ വലിയ പരിഗണന ലീഗിന് ലഭിക്കില്ല. അത് നാം നിലമ്പൂരിൽ കണ്ടതാണ്. നിലമ്പൂരിൽ അൻവറിനെ മത്സരിപ്പിക്കണം, അല്ലെങ്കിൽ അൻവറിന്റെ ഒരു നോമിനിയെ മത്സരിപ്പിക്കണം എന്നായിരുന്നു ലീഗിന്റെയും ആഗ്രഹം. ഒന്നും കിട്ടിയില്ലെങ്കിൽ ലീഗിന് ഈ അൻവറിനെ തങ്ങളുടെ പാളയത്തിൽ ഉൾപ്പെടുത്തണമെന്നെങ്കിലും ലീഗിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനെ പൂർണ്ണമായി തന്നെ വെട്ടി ഇല്ലാതാക്കിയത് VD സതീശനാണ്. VD സതീശന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഈ അൻവർ വരികയാണെങ്കിൽ അദ്ദേഹം കൂടുതൽ സീറ്റ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൂടുതൽ സീറ്റിലേക്ക് തങ്ങൾക്ക് നഷ്ടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും VD സതീശന്റെ ഭാഗത്തു നിന്നും ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം അത്തരം നീക്കങ്ങളെല്ലാം മുസ്ലിം ലീഗ് തിരിച്ചറിയുന്നുണ്ട്. VD സതീശന്റെ വളർച്ച മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടി തന്നെയാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ പല നിർണായക ചുമതലകളും തങ്ങളിലേക്ക് എത്തും, പല നിർണായക തീരുമാനങ്ങൾ തങ്ങൾക്കെടുക്കാൻ കഴിയുമെന്നൊരു ആഗ്രഹം മുസ്ലിം ലീഗിനുണ്ട്. പക്ഷെ ആ ആഗ്രഹം നടപ്പിലാക്കാൻ VD സതീശൻ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യത വഴങ്ങാൻ സാധ്യതയില്ല. അതെ, 2011 ഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടി സർക്കാർ ലീഗിന്റെ സ്വാധീനം വലിയ വിവാദങ്ങൾക്ക് തന്നെ ഇടവച്ചിരുന്നു. 5-ാം മന്ത്രി പ്രശ്നവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പുമായ വിവിധ വിവാദങ്ങൾ വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു UDF-നും കോൺഗ്രസിനും ഉണ്ടാക്കിയത്. പക്ഷേ VD സതീശന്റെ നേതൃത്വത്തിൽ 2026 കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു വിലപേശൽ തന്ത്രമെന്നും വിലപ്പോകില്ലെന്ന് മുസ്ലിം ലീഗിന് അറിയാം. പക്ഷെ രമേശ് ചെന്നിത്തലയാണെങ്കിൽ കൃത്യമായി തന്നെ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ പറ്റും. അതെ, എങ്ങനെയെങ്കിലും ഒരു മുഖ്യമന്ത്രി ആയാൽ മതി, അതിനുവേണ്ടി അദ്ദേഹം എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നു. ആ രീതിയിലാണ് എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയം പോകുന്നത്. ലീഗിനെ എന്തായാലും തടഞ്ഞു നിർത്താൻ, VD സതീശന് തടഞ്ഞു നിർത്താൻ കഴിയുമോ എന്നത് നമുക്ക് ഭാവിയിലെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഈ വയനാട് മണ്ഡലത്തിലാണല്ലോ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നേതാക്കൾ മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും അവിടെ മത്സരിച്ച് ജയിക്കുന്നതിൽ ഒരു 50%-ലധികം പങ്കുള്ളത് മുസ്ലിം ലീഗിനാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് ഒരു പാർട്ടി അവർക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ മുസ്ലിം ലീഗിന്റെ അഭിപ്രായ പ്രകാരം രമേശ് ചെന്നിത്തല തന്നെ അധികാരത്തിലേക്ക് വരുമോ എന്നതും നാം കണ്ടറിയണം. എന്തായാലും മലബാർ മേഖലയിൽ നാം കുറച്ച് നാളുകളായി പരിശോധിച്ചാൽ കോൺഗ്രസിന് വലിയ രീതിയിലൊന്നും സീറ്റുകൾ വിജയിച്ച് കയറാൻ കഴിയുന്നില്ല. CPM-ന് മുന്നിൽ പല മണ്ഡലങ്ങളും 20,000-30,000 വോട്ടിനാണ് കോൺഗ്രസ് പരാജയപ്പെടുന്നത്. ആ മണ്ഡലങ്ങളിലേക്ക് കടന്നു കയറാനുള്ള കഴിവ് എന്തായാലും കോൺഗ്രസിന് ഒറ്റയ്ക്കില്ല. അത് ലീഗിന്റെ സഹായത്തോടു കൂടി മാത്രമേ കഴിയുകയുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കാസർഗോഡ് മണ്ഡലമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി തന്നെ ഈ കണക്ക് മനസ്സിലാവും. എല്ലാ കാലത്തും അതെ, CPM-ന്റെ സ്വാധീന മേഖലയായിരുന്നു ആ പ്രദേശം. ആ പ്രദേശത്തേക്ക് എങ്ങനെ UDF വിജയിച്ചു, രാജ്മോഹൻ ഉണ്ണിത്താൻ എങ്ങനെ വിജയിച്ചു എന്ന ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് ഈ മലബാറിൽ ലീഗിന്റെ ശക്തി മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.